ഹലോ, വെൽക്കം ബാക്ക് ടു റാസ് വോയേജ്. ഇന്ന് നമ്മൾ ഹോങ്കോങ്ങിൽ നിന്നും മക്കാവുവിലേക്ക് പോവുകയാണ്. ഹോട്ടലിൽ നിന്നും റൂം വെക്കേറ്റ് ചെയ്തിറങ്ങി. ഹോങ്കോങ്ങിൽ നിന്നും മക്കാവുവിലേക്ക് ഫെറിയിലും പോകാം, ബസ്സിലും പോകാം. നമ്മൾ ഫെറിയിലാണ് പോകുന്നത്. ബസ്സിന് പോകാനായി ഹോങ്കോങ് സുഹായ് മക്കാവു ബ്രിഡ്ജുണ്ട്. 55 കിലോമീറ്റർ നീളമുള്ള കടൽപ്പാലമാണിത്. ഷുവാങ്വാൻ എന്ന സ്ഥലത്ത് നിന്നാണ് മക്കാവുവിലേക്കുള്ള ഫെറി സർവീസ് ഉള്ളത്. ഒരു ടാക്സി പിടിച്ച് അങ്ങോട്ട് പോകാം. ഷുവാങ്വാൻ ഫെറി ടെർമിനലാണിത്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. പലതരം ഫെറികളുണ്ട്. മക്കാവുവിലേക്ക് ടർബോജെറ്റ് ഫെറിയാണുള്ളത്. വീക്കെൻഡാണ്. വീക്കെൻഡിൽ ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. ഒരാൾക്ക് 175 ഹോങ്കോങ് ഡോളർ, അതായത് 1750 രൂപയായി. റിട്ടേൺ ടിക്കറ്റും എടുത്തു. അതിന് 160 ഹോങ്കോങ് ഡോളറേ ആയുള്ളൂ. നമുക്ക് പോകാനുള്ള ഫെറി എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് ഇമിഗ്രേഷൻ കൗണ്ടറിലൂടെയാണ് വെയിറ്റിംഗ് റൂമിലേക്ക് വന്നത്. പാസ്പോർട്ടും ടിക്കറ്റും പരിശോധിച്ചു. ടിക്കറ്റിൽ സീറ്റ് നമ്പറും ചേർത്തി തന്നു. ഫെറിയുടെ സമയമായപ്പോഴേക്കും ആളുകൾ കൂടി വന്നു. ഇനി ഫെറിയിലേക്ക് നീങ്ങാം. വിമാനത്തിനുള്ളിലെ സൗകര്യങ്ങളൊക്കെ ഫെറിയിലുമുണ്ട്. എല്ലാവരും സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം. നമ്മുടെ ഫെറി നീങ്ങിത്തുടങ്ങി.
ഇപ്പോൾ നല്ല സ്പീഡിലാണ് ടർബോജെറ്റ് കുതിക്കുന്നത്. ആദ്യമൊക്കെ ചെറിയ ദ്വീപുകളും മറ്റും കാണാമായിരുന്നു. ഇപ്പോൾ അവയൊന്നുമില്ല. നോക്കത്താ ദൂരത്തോളം കടൽ മാത്രം. നമ്മളിപ്പോൾ മക്കാവു തീരത്തെത്തി. മക്കാവുവിലെ ഫെറി ടെർമിനലാണിത്. ഇമിഗ്രേഷൻ നടപടികൾ ഇവിടെയും പൂർത്തിയാക്കണം. ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ കൗണ്ടറും ഇതിനുള്ളിലുണ്ട്. മക്കാവുവിലെ യാത്രാ സൗകര്യങ്ങളെക്കുറിച്ച് അവിടെ അന്വേഷിച്ചു. മാക്കനീസ് പട്ടാക്കയാണ് ഇവിടുത്തെ നാണയം. MOP എന്ന് ചുരുക്കി പറയും. ഹോങ്കോങ് ഡോളറും ഇവിടെ സ്വീകരിക്കും. ടാക്സി കിട്ടാൻ ഇവിടെ ക്യൂ നിൽക്കണം. യാത്രയ്ക്ക് ടാക്സി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ടാക്സി ചീപ്പാണ്. ബസ് ഉപയോഗിക്കണമെങ്കിൽ ബസ് ഫെയറിന് കൃത്യമായ MOP നമ്മുടെ കയ്യിൽ വേണം. ബസ്സിൽ വെച്ചിട്ടുള്ള ബോക്സിൽ ടിക്കറ്റ് നിരക്ക് ഇടണം. കൂടുതൽ ഇട്ടാൽ ബാക്കി കിട്ടില്ല. റോഡിനപ്പുറത്ത് ബസ്സിന് വെയിറ്റ് ചെയ്യുന്നവരുടെ ക്യൂ ആണ്. ഞങ്ങളിവിടെ ടാക്സി വെയിറ്റിംഗ് ക്യൂവിൽ നിൽക്കുന്നു. ടാക്സി ഓരോന്നായി വന്നു നിൽക്കുന്നു. ക്യൂവിന് മുന്നിലുള്ളവർ കയറിപ്പോകുന്നു. ഒടുവിൽ ഞങ്ങൾക്കുള്ള ടാക്സിയും വന്നു. ആയിരത്തി 1999 വരെ പോർച്ചുഗീസ് കോളനി ആയിരുന്നു മക്കാവു. ഇപ്പോൾ ചൈനയുടെ ഭാഗമാണ്. ഹോങ്കോങ്ങിലെ പോലെ പ്രത്യേക ഭരണ സംവിധാനമാണ് ഇവിടെയും. നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന മക്കാവു മാസ്റ്റേഴ്സ് ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. റിസപ്ഷനിലെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞു. ഹോങ്കോങ്ങിനേക്കാൾ എക്സ്പെൻസീവാണ് ഇവിടെ. ഇത്തവണ ഞങ്ങൾ 2 റൂം എടുത്തു. ഇവിടുത്തെ റൂം കുറച്ചുകൂടി വലുതാണ്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാലും നല്ല കാഴ്ചകളാണ്. ഹോട്ടലിനടുത്തുള്ള കാഴ്ചകൾ കാണാനായി ഇറങ്ങി. പോർച്ചുഗീസ് കാലത്തുള്ള കെട്ടിടങ്ങളും റോഡുകളും ഫുട്പാത്തുകളുമെല്ലാം അതുപോലെ നിലനിർത്തിയിരിക്കുന്നു. ഒരു പഴയ സിറ്റിയിൽ വന്ന ഫീലിംഗ്. മക്കാവുവിലെ ഹിസ്റ്റോറിക് സെന്റർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ച സെനേഡോ സ്ക്വയറിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ചൈനക്കാരുടെയും പോർച്ചുഗീസുകാരുടെയും മീറ്റിങ്ങുകളും മറ്റും നടത്തിയിരുന്ന സ്ഥലം. പോർച്ചുഗീസ് ഭരണകാലത്ത് ഈ ഫൗണ്ടെയിൻ ഉള്ളിടത്ത് ഒരു പട്ടാളക്കാരന്റെ പ്രതിമയായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി ചൈനക്കാരുടെ മരണത്തിന് കാരണക്കാരനായിരുന്ന സോൾജിയർ. മക്കാവു ചൈനയ്ക്ക് കിട്ടിയതിനു ശേഷം ചൈനക്കാർ ആ പ്രതിമ മാറ്റി ഫൗണ്ടെയിൻ സ്ഥാപിച്ചു. വീക്കെൻഡിൽ നല്ല തിരക്കാണ് ഇവിടെയെല്ലാം. ഇരുവശത്തും പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളാണ്. ഉള്ളിൽ ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഇങ്ങോട്ട് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. പോർച്ചുഗീസുകാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു ചർച്ചാണിത്, സെന്റ് ഡൊമിനിക്സ് ചർച്ച്.
നേരെ മുന്നിൽ ഒരു പള്ളിയുടെ അവശിഷ്ടം കാണുന്നില്ലേ? അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. റൂയിൻസ് ഓഫ് സെന്റ് പോൾസ് ചർച്ച്. ജെസ്യൂട്ടുകൾ 1640 നിർമ്മാണം പൂർത്തിയാക്കിയ ചർച്ച്. ഒരു ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 1835 പള്ളി കത്തി നശിച്ചു. പിന്നീട് പുനർനിർമ്മിക്കുകയും വീണ്ടും തീ പിടിക്കുകയും ഉണ്ടായി. മുന്നിൽ കാണുന്ന ഈ സ്ട്രക്ചർ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഇത് അവശിഷ്ടത്തിന്റെ ബാക്ക് വശം. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ചർച്ചിന്റെ തൊട്ടടുത്താണ് നാച്ച ടെമ്പിൾ. ടെമ്പിളിന് സമീപം ഒരു പഴയ മതിലിന്റെ ഭാഗമുണ്ട്. പോർച്ചുഗീസുകാർ മെക്കാവു സിറ്റിക്ക് ചുറ്റും പണിത വാളിന്റെ അവശിഷ്ടമാണിത്. ചൈനക്കാർ വീക്കെൻഡ് ചെലവഴിക്കാൻ കൂടുതലായി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബേക്കറികളിലും നല്ല തിരക്കാണ്. എല്ലാവരും എന്തൊക്കെയോ വാങ്ങിക്കഴിക്കുന്നുണ്ട്. ഗ്രിൽഡ് ചിക്കൻ ഞങ്ങളും വാങ്ങി. പുറമേ തേനും പിന്നെ വേറെന്തൊക്കെയോ പുരട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ വെൽ കുക്ക്ഡ് അല്ല ഇത്. ഇന്നിനി ഒരിടത്തു കൂടി പോകാനുണ്ട്. റോഡ് സൈഡിൽ കണ്ടൊരു കാഴ്ച, കോയിൻ ടെലിഫോൺ ബൂത്ത്, നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നത്. ഫെറി ടെർമിനലിന്റെ അടുത്തേക്കാണ് പോകേണ്ടത്. ടാക്സിയിൽ പോവാം. മക്കാവു ഫിഷർമാൻസ് വാഫ്. മക്കാവുവിന്റെ ആദ്യത്തെ തീം പാർക്കാണിത്. റോമൻ കൊളോസിയം തീമിലാണ് ഈ ഭാഗത്തിന്റെ നിർമ്മാണം. ഇതിനുള്ളിലൂടെ നടക്കാം. മൊത്തത്തിൽ ഒരു യൂറോപ്യൻ സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കാസിനോസ്, ഷോപ്പിംഗ് സൗകര്യം എല്ലാം ഫിഷർമാൻസ് വാർഫിലുണ്ട്. റോമൻ ആംഫി തിയേറ്റർ മോഡലിൽ 2000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ആംഫി തിയേറ്ററും ഇവിടെയുണ്ട്. ഞങ്ങൾ ഇനി തിരിച്ചു പോകാനായി ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ടാക്സിയുടെ ഫ്രണ്ട് ഗ്ലാസിൽ റെഡ് ലൈറ്റ് ആണ് കത്തുന്നതെങ്കിൽ ടാക്സി ഒക്യുപ്പൈഡ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രീൻ ലൈറ്റ് ആണ് കത്തുന്നതെങ്കിൽ വേക്കൻ്റ് ആയിരിക്കും. അത് കൈ കാണിച്ച് നിർത്താം. മീറ്ററിൽ 19 MOP മുതലാണ് ചാർജ് കാണിക്കുന്നത്. ഹോട്ടലിന്റെ അടുത്ത് നമസ്തേ എന്ന പേരുള്ള ഒരു കടയുള്ളതായി മാപ്പിൽ കണ്ടു.
അങ്ങോട്ട് ചെന്നപ്പോൾ നേപ്പാൾക്കാരൻ്റെ കടയായിരുന്നു. അവിടുന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങി നടന്ന് ഇപ്പോൾ നമ്മൾ മക്കാവ് മാസ്റ്റേഴ്സ് ഹോട്ടലിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.